ഇന്ന് നമ്മൾ ആന്തൂറിയം ചെടിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ മുറ്റം ഏകദേശം ഭാഗമൊക്കെ ആന്തൂറിയം ചെടികളുടെ കളക്ഷനാണ്. ഞാൻ ഈ മൺചട്ടിയിലാണ് എല്ലാ ആന്തൂറിയവും നട്ടിട്ടുള്ളത് കേട്ടോ. ഇതിൽ താഴെ വെച്ച എല്ലാം നമുക്ക് സെയിലിനുള്ള പ്ലാന്റുകളാണ്. ആന്തൂറിയത്തിൻ്റെ കോംബോ ഓഫർ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 10 പ്ലാന്റ് എടുക്കുന്നവർക്ക് 200 രൂപ വെച്ചിട്ട് നമ്മൾ ആന്തൂറിയം സെയിൽ ചെയ്യുന്നു. ഒരു പ്ലാന്റാണ്, അതുപോലെ 4 പ്ലാന്റ് വരെ എടുക്കുന്നവർക്ക് നമ്മൾ 230 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. 6 പീസ് വരെ നമ്മൾ കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. 6 മുതൽ 10 വരെ. മൊത്തത്തിൽ ആന്തൂറിയം 14 കളറുകളുണ്ട്. ആ ഒരു എല്ലാ കളറും വേണമെന്നുള്ളവർ അങ്ങനെ നമുക്ക് 200 രൂപ ഇട്ടിട്ട് കൊടുക്കുന്നതാണ്. ആന്തൂറിയം ചെടിയുടെ പോട്ടി മിക്സ് ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നാലും വാട്സപ്പിൽ ഒരുപാട് പേര് ചോദിക്കുന്നു. ആന്തൂറിയം ചെടിക്ക് ഞാൻ ഉപയോഗിക്കുന്ന പൊട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ ചട്ടിയുടെ അടിയിൽ ഓട്ടും കഷ്ണോ അല്ലെങ്കിൽ കരിക്കഷ്ണോ ഇട്ട് കൊടുക്കുക. അതിനുശേഷം മണലില്ലാത്തവർക്ക് എൻസാൻഡ് പൊടി യൂസ് ചെയ്യാം. പിന്നെ ചാണകപ്പൊടി, എല്ലുപൊടി, വെർമിക്കുലേറ്റും പെർലൈറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചകിരിച്ചോറ് കുറച്ച് കൂടുതൽ ചേർത്തിട്ട് നട്ടു കൊടുക്കുന്നുണ്ട്. ആന്തൂറിയത്തിന് നമ്മൾ ഡെയിലി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം, വെള്ളം ലീഫുകളിലും ഫ്ലവറിലും. പിന്നെ ഒന്നരാട വിട്ട് നമ്മൾ ചെടിയുടെ തണ്ട് നന്നായി നനഞ്ഞ് വേരിലേക്ക് ഇറങ്ങി പോകുന്ന രീതിയിൽ നനച്ചു കൊടുക്കണം. പിന്നെയുള്ള ഒരു ഡൗട്ട്, ഇത് കൂടുതൽ വെയിലുള്ള ഭാഗത്ത് വെക്കണോ അതോ അഗ്ലോണിമ ചെടികൾ വെക്കുന്ന പോലെയാണോ വെക്കുന്നത്? ഇതെല്ലാം അഗ്ലോണിമ ചെടികൾ വെക്കുന്ന ഭാഗത്ത് തന്നെ ഷെഡഡ് ഏരിയയിലാണ് വെക്കേണ്ടത്. കൂടുതൽ വെയിലടിച്ചാൽ ഇതിൻ്റെ ലീഫുകൾ കരിഞ്ഞു പോകും. ഇതിൽ തന്നെ നമുക്ക് വലിയ ആന്തൂറിയങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ആന്തൂറിയങ്ങൾ പലതരത്തിൽ വരുന്നുണ്ട്. വളരെ കുഞ്ഞായിട്ടുള്ള പ്ലാന്റും ഉണ്ട്, നല്ല ഹൈറ്റും നല്ല ഫ്ലവറും വരുന്ന ചെടികളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ആന്തൂറിയത്തിൻ്റെ കളക്ഷൻ ഒന്ന് കാണിക്കാം. ഈ ഒരു കളറിൽ വരുന്നുണ്ട്. പിന്നെ നല്ല വൈറ്റ് കളറും യെല്ലോ ഫെഡക്സും വരുന്നുണ്ട്. പിന്നെ വൈറ്റും പിങ്കും അതിൻ്റെ ഫെഡക്സും പിങ്ക് വരുന്നുണ്ട്. ചോക്ലേറ്റ് കളർ വരുന്നുണ്ട്. ഇനിയുള്ളത് നല്ല ഡാർക്ക് പിങ്ക്, ഫെഡക്സും അതേ കളറായിട്ടാണ് വരുന്നത് കേട്ടോ. പിന്നെയുള്ളത് ലീഫിൽ ഇതുപോലെ ഒരു വെറൈറ്റി വരുന്നുണ്ട്. അടുത്തത് ഓറഞ്ച് കളറാണ് കേട്ടോ. ഇനിയുള്ളത് റെഡും യെല്ലോയും വൈറ്റും കൂടെ ഫെഡക്സ് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു പ്ലാന്റ്. പിന്നീട് റൗണ്ട് ലീഫിൽ വരുന്ന ഈ ഒരു വൈറ്റാണ്. അതുപോലെ തന്നെ പിങ്കിൻ്റെ ഒരു വെറൈറ്റിയാണിത്. പിന്നെ വരുന്നത് ഈ ഒരു ഗ്രീനും പിങ്കും വൈറ്റും കൂടെ ചേർന്ന വെറൈറ്റിയാണ്. പിന്നെ യെല്ലോ ആണ്, ലൈറ്റ് യെല്ലോ ഡാർക്ക് യെല്ലോ ഫെഡക്സ് ആയിട്ടാണ് വരുന്നത്. ഇത് സോഫ്റ്റ് ആയിട്ടുള്ളൊരു പിങ്കാണ് കേട്ടോ. ഈ ഒരു വെറൈറ്റി നല്ല ഭംഗിയാണ് കൂട്ടത്തിൽ നിൽക്കുമ്പോൾ കേട്ടോ. പിന്നെ ഉള്ളത് ആ ലൈറ്റ് പിങ്കിൻ്റെ ഡാർക്ക് പിങ്കാണ്. പിന്നെ ഇതുപോലെ നീളൻ ലീഫുള്ള ചെടിയാണ്. അടുത്തത് വയലറ്റും പിങ്കും കൂടെ ചേർന്ന നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അടുത്തത് റെഡിൽ തന്നെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലവറിനാണ് വ്യത്യാസം. അടുത്തത് പിങ്കിൽ വലിയ പൂക്കൾ വരുന്ന ചെടിയാണ്. പിന്നെയുള്ളത് വയലറ്റാണ് കേട്ടോ. റൗണ്ട് ലീഫുള്ള വയലറ്റാണ്. ഇത് നല്ല വയലറ്റാണ്, നല്ല ഭംഗിയുള്ളൊരു വയലറ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആന്തൂറിയത്തിൻ്റെ കളറിൻ്റെ സെലക്ഷൻ കേട്ടോ. ഇനി ആന്തൂറിയം ചെടികൾ കൊണ്ട് നിങ്ങൾക്കും ഇതുപോലെ വീടിൻ്റെ ഒരു ഭാഗം സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ അത് മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ആന്തൂറിയത്തിൽ കൂടുതൽ ഫ്ലവർ വരാൻ എന്താ ചെയ്യുക എന്നുള്ളത് കേട്ടോ. അതിന് നമ്മൾ NPK ഫെർട്ടിലൈസർ വളരെ കുറഞ്ഞ എമൗണ്ട് എടുത്തിട്ട് ലീഫുകളിൽ എല്ലാ ഭാഗത്തും അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നന്നായി ഫ്ലവർ വരുന്നതാണ്. പിന്നെ നമ്മുടെ ചെടിയുടെ ലീഫിന് നല്ല കളറും നല്ല തിളക്കവും ഒക്കെ വരുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ എപ്സം സാൾട്ട് എടുത്തിട്ട് വളരെ കുറഞ്ഞ എമൗണ്ട് നമ്മുടെ ചെടിയുടെ ഒരു സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുക. വളരെ കുറഞ്ഞ എമൗണ്ട് വേണം കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു ഫ്ലവറിൻ്റെ കളറൊക്കെ പച്ചയായി മാറും. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും കളർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ ഈ ഒരു മുകളിൽ കാണിച്ച വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക. എന്തായാലും ഈ വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് തരണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഒരുപാട് സന്തോഷം നിറക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവർ ഏറ്റവും ബെറ്ററായിട്ട് തിരഞ്ഞെടുക്കേണ്ട പ്ലാന്റാണ് ആന്തൂറിയം. ഇത് ഒരുപാട് കാലം നിലനിൽക്കുന്ന ഒരു ചെടിയാണ്.
പിന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത പ്ലാന്റുകൾ നമ്മൾ DTDC കൊറിയർ സർവീസ് വഴി വളരെ സേഫായിട്ട് തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതാണ് കേട്ടോ. ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.